ഹായ്, ദുബായ് വാർത്തയുടെ എല്ലാ ഫോളോവേഴ്സിനും ഗുഡ് ഈവനിങ്. എല്ലാവരും വീട്ടിലും ജോലി സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് സേഫായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഒരു അശുഭകരമായൊരു വാർത്ത കേൾക്കേണ്ടി വന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ബോളിവുഡ് ആക്ടർ സുശാന്ത് സിംഗ് രാജ്പൂത് വളരെ പ്രോമിനൻ്റ് ആയിട്ടൊരു നല്ല കരിയർ ലീഡ് ചെയ്യുന്ന ടൈമിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. വളരെ ചെറിയ പ്രായമാണ്, 34 വയസ്സെന്നൊക്കെ പറഞ്ഞ് ടു യങ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും ജീവിതം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ട് ആക്ടേഴ്സ് മരിക്കുമ്പോൾ മാത്രം നമ്മളിങ്ങനെ വന്ന് പറയണമെന്നോ, അങ്ങനെയൊന്നും അല്ല. എല്ലാവരുടെയും ലൈഫ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് പറയാൻ കാരണം ഈ ഡിപ്രഷൻ, വിഷാദ രോഗത്തെക്കുറിച്ച് കുറേ മിഥ്യാധാരണകളുണ്ട് നമുക്കിടയിൽ. കറക്റ്റായിട്ട് നമുക്കൊരു ഗൈഡൻസ് കിട്ടാനില്ല. ഇപ്പോൾ ഒരു പനി വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. പക്ഷേ മൈൻഡിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എങ്ങനെ നമ്മളത് നേരിടണം, ആരെ കാണണം, ആരോട് സംസാരിക്കണം, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്റേണലി നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഒരു ആക്ട്രസ്, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവരുടെ പെർസ്പെക്റ്റീവും കൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഗൗതമി നായർ ആക്ട്രസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഈ ലൈവിലേക്ക്. ഗൗതമിയെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയാം. 2012 നിങ്ങൾക്ക് അറിയേണ്ടാവും, സെക്കൻഡ് ഷോ, ദുൽഖർ സൽമാന്റെ ഫസ്റ്റ് ഫിലിമിൽ ഹീറോയിൻ ആയിട്ട് വരുന്നതാണ് ഗൗതമി നായർ. അതിനുശേഷം ഫസ്റ്റ് ലാൽ ജോസ് സാർ സംവിധാനം ചെയ്ത് ഡയമണ്ട് നെക്ലസ് എന്ന സൂപ്പർ ഹിറ്റ് മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടാവും. തമിഴ് ഉറുമ്പുവായുടെ സിന്നത് അത് എന്നത് എന്നുള്ള ഡയലോഗ് ഇപ്പോഴും ഒരു ഐക്കോണിക് മാർക്കായി മാറിയ ആ ഡയലോഗാണത്. അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ ആദ്യത്തെ 2 ചിത്രത്തിൽ, ഇൻക്ലൂഡിങ് ഫിലിംഫെയർ, നമ്മുടെ ഏഷ്യ വിഷൻ അവാർഡ്, ഒരുവിധം ആ കൊല്ലത്തെ ഒരുവിധം എല്ലാ ഡെബ്യൂ അവാർഡും സ്വീപ്പ് ചെയ്ത ആക്ട്രസ് ആണ്. ആൻഡ് അതോടൊപ്പം തന്നെ പഠിത്തത്തിലും സൈക്കോളജിയിലുള്ള ബിരുദാനന്ദ ബിരുദം, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ PhD റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻ ബിറ്റ്വീൻ ഒരു സിനിമയും സംവിധാനം ചെയ്തു. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ഒരു വിശിഷ്ട വ്യക്തിത്വം തന്നെയാണ് ഗൗതമി നായർ. അറ്റ് ദ സെയിം ടൈം ഷീസ് വെരി സിമ്പിൾ ഗേൾ നെക്സ്റ്റ് ഡോർ. നമുക്ക് ആർക്കും അപ്രോച്ചബിൾ ആണ്. എന്ത് സംശയം വന്നാലും നമുക്ക് ക്ലിയർ ചെയ്യാൻ എപ്പോഴും നമുക്ക് വെളിപ്പുറത്തുള്ള ഒരാൾ കൂടെയാണ്. അതുകൊണ്ടാണ് ഗൗതമിനെ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൗതമിനെ വിളിക്കണം. സോ ഗൗതമി, വെൽക്കം ടു ദ ലൈഫ്. ഞങ്ങൾ ദുബായ് വാർത്തക്കാർക്ക് ഒന്ന് മുഖം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി ഹാപ്പി. എവിടെ ഹായ് ഹായ്, എന്തൊക്കെയാണ് വിശേഷം? അറിയാം, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോവിഡ് ടൈമിൽ. എന്താണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ്? എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഞാനിപ്പം ട്രിവാൻഡ്രത്താണ്. ഞാൻ ശ്രീചിത്രയിൽ ആക്ച്വലി PhDയുടെ ഭാഗമായിട്ട് എനിക്ക് റീസെർച്ച് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഇവിടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ മാനസിക രോഗത്തിന്റെ ഒരു വേറൊരു വിഭാഗം, മാനസിക രോഗമാണ്. ലൈക്ക് ഒരു അല്ല, ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആണ്. ബ്രെയിൻ ലൈക്ക് ഷ്രിങ്ക് ആയിട്ട് ടെക്നിക്കലി പോണെങ്കിൽ കുറെ ഉണ്ട് പറയാൻ. പക്ഷെ നമ്മുടെ ന്യൂറോൺസ് സ്ലോലി ഡൈ ചെയ്തിട്ട് അത് കാരണം ഉണ്ടാകുന്ന മെമ്മറി പ്രോബ്ലംസ്, മോട്ടോർ റിലേറ്റഡ് പ്രോബ്ലംസ്, ഇമോഷണൽ പ്രോബ്ലംസ്, കുറെ സാധനമുണ്ട്. ആൻഡ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് വരുന്ന മിക്ക ആൾക്കാരും ബ്രെയിൻ ഡെത്ത് ആണോ, ലൈക്ക് ബ്രെയിൻ ചെറുതായിക്കൊണ്ടിരിക്കും ഡ്യൂ ടു ഡൈയിങ് ഓഫ് സെൽസ്. അപ്പൊ ഇവൻച്വലി മോസ്റ്റ് പീപ്പിൾ ദേ എൻഡ് അപ്പ്, ഇറ്റ്സ് എ വെരി പെയിൻഫുൾ പ്രോസസ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. അത് 20 വയസ്സ് തൊട്ട് 60 വയസ്സ്, ഏത് പ്രായം വേണമെങ്കിലും ഈ അസുഖം വരാം. സോ യാ. ഓക്കെ, അപ്പോൾ എനിക്കറിയാം എല്ലാവരും നമ്മളൊരു ഹെവി ഹാർട്ടായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ തീരെ വിചാരിക്കാത്ത ഒരാളാണ് നമുക്ക് ഇന്നലെ നഷ്ടപ്പെട്ടത്. സുശാന്ത് അറിയാം, നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ആക്ടറായിരുന്നു. വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ചെയ്തല്ല അറ്റ്ലീസ്റ്റ് ഒരു നല്ല സിനിമകളായിരുന്നു. ഫ്രം ഹിസ് ഫസ്റ്റ് ഡെബ്യൂ കൈക്കോസ് തൊട്ട് ഈ അവസാനം വന്ന ചിശോരെ വരെയുള്ള ആളുടെ ഒരു ഫിലിമോഗ്രാഫി നോക്കുക, നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു കരിയർ ആയിരുന്നു. അപ്പൊ അതാണ് അവിടെ എൻഡായത്. ഓക്കെ, ഇനി ഞാൻ ഗൗതമിയുടെ ലൈഫിലേക്ക് വരാം. അപ്പോൾ യു ഓൾസോ ഹാഡ് എ വെരി സ്മാഷിംഗ് ഡെബ്യൂ ദുൽഖറിന്റെ കൂടെ, 1 ലോഞ്ച്. അത് കഴിഞ്ഞിട്ട് യു ബാഗ്ഡ് ഓൾ ദീസ് അവാർഡ്സ്, നല്ല പ്രോജക്ട്സ് വിത്ത് ദുൽഖർ, ഫഹദ്, നിവിൻ, ദ ടോപ്പ് ലിസ്റ്റേഴ്സിന്റെ കൂടെ എല്ലാവരുടെയും പ്രസൻസ്. ഇവൻച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു മെല്ലെ അങ്ങോട്ട് ഫെയ്ഡ് ആയി പോയി. സോ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ? ശരിക്കും പറയുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻ വാസ്, ഐ തിങ്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഐ വാസന്റ് ഗെറ്റിംഗ് ദ കൈൻഡ് ഓഫ് പ്രോജക്ട്സ്. ആൻഡ് ഇറ്റ് ഡിഡ്ന്റ് മേക്ക് സെൻസ് ടു മീ. ചുമ്മാ എന്താണ് വെറുതെ പൈസയ്ക്ക് അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടിയിട്ട് ഒരു പടം ചെയ്യാന്നുള്ള ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബിക്കോസ് ചെയ്യുമ്പോഴത്തേക്കും ഐ വാണ്ടഡ് ദാറ്റ് ടു ബി സം വാല്യൂ ആസ് ടു മൈ, ഞാൻ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ദേ ഹാഡ് ടു ബി സം ലോജിക് ബിഹൈൻഡ് ഡൂയിങ് എ പെർട്ടിക്കുലർ മൂവി. ആൻഡ് ആ ബേസിസിൽ എനിക്ക് കിട്ടിയ ഓഫേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. And plus I wanted to prioritize my education as well, because again fame, film industry, this is a very fickle field. That epo anengilum, it's like every Friday a new person comes, and this can be taken away from you at any point of time. And our balance maintain cheyan vendit, if you don't have something on the outside, you will lose your mental stability.
because you don't have anything else feeling like, you know, as in ഞാൻ പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നല് നമ്മൾ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ ഒരിക്കലും വരില്ല. സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐ സ്റ്റാർട്ടഡ് ഡിവോട്ടിങ് മൈ ടൈം ടു സ്റ്റഡീസ്. ആൻഡ് നല്ല സിനിമ വന്നപ്പോഴും ഐ ഹാഡ് ടു ചൂസ് ബിറ്റ്വീൻ പാസിംഗ് മൈ എക്സാംസ് ഓർ ഡൂയിങ് എ മൂവി, ആൻഡ് ഐ ചോസ് പാസിംഗ് മൈ എക്സാമിനേഷൻ. സോ അങ്ങനെയാണ് കുറെ നല്ല ഓഫേഴ്സ് എൻ്റെ ആക്ച്വലി പോയത്. പിന്നെ ദിസ് ഇൻഡസ്ട്രി, യു നോ ഹൗ ഇറ്റ് ഫങ്ഷൻസ്, യു നീഡ് ടു മെയിൻറ്റെയിൻ കോൺടാക്ട്, യു നീഡ് ടു കീപ് ഗോയിങ് ബിഹൈൻഡ് പീപ്പിൾ, യു നീഡ് ടു എന്താണ് ലൈക്ക് ഒരു സിനിമ നമുക്ക് ചെയ്യുവാണെങ്കിൽ അത് ചിലപ്പോൾ വേറൊരാൾ വന്നിട്ട് നമ്മുടെ അടിയിൽ നിന്ന് നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്ത പടം വരെ പീപ്പിൾ മൈ ജസ്റ്റ് സ്നാച്ച് ഇറ്റ് അവേ ഫ്രം യു ആൻഡ് ഗോ. സോ all of these factors eventually, and plus എവിടെയോ I stopped trying because I was like, ഇപ്പോൾ if you want to cast me, ഞാൻ ചെയ്ത വർക്കിന് വേണ്ടിയിട്ട് എന്നെ കാസ്റ്റ് ചെയ്യുക, അല്ലാതെ you know what, നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇല്ലെങ്കിൽ if just because I keep telling you to cast me, it didn't make sense in me getting a movie or doing a movie. So ആ രീതിയിൽ എന്തോ പിന്നെ പഠിത്തം വാസ് കീപ്പിംഗ് മീ ഹാപ്പി. അപ്പം എപ്പോഴെങ്കിലും നല്ലത് വരുവാണെങ്കിൽ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാനും ഇരുന്നത്. ലൈക്ക് ഞാനിത് പറയുമ്പോഴത്തേക്ക് ഐ ഡോണ്ട് വാണ്ട് ടു സൗണ്ട് ലൈക്ക് ഐ ആം ആരഗന്റ് ഓർ യു നോ ഐ എം നോട്ട് താങ്ക്ഫുൾ ഫോർ വാട്ട് ഹസ് ഹാപ്പൻഡ്, ബട്ട് ദിസ് ഇസ് ജസ്റ്റ് ദ സാഡ് ട്രൂത്ത് ഓഫ് ലൈഫ്, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിലേക്ക് കിടന്നുകൊണ്ട് ഒരു ചെറിയ കാര്യം, ഞങ്ങൾ ഇംഗ്ലീഷ് മിക്സ് ചെയ്യുന്നത് മലയാളം അറിയാത്ത കുറച്ച് പേർക്കും കൂടെ മനസ്സിലായാൽ അത്രയും നല്ലത് എന്നുള്ളതുകൊണ്ടാണ്, ആൾക്കാർക്ക് മലയാളം അറിയാത്തത് കൊണ്ടല്ല. ഓൾസോ ഒന്ന് ഇത് സീരിയസ് ആയി വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുകയാണെന്നുണ്ടെങ്കിൽ 2 വരി പാട്ടൊന്ന് പാടുമ്പോൾ നല്ല പാട്ടുകാരിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Okay, I think keeping yesterday's situation in mind, I might sing this song. लुका छुपी बहुत हुई, सामने आ जाना, कहाँ कहाँ ढूंढा तुझे, थक गई है अब तेरी माँ, आजा सांझ हुई मुझे तेरी फिक्र, धुंधला गई देख मेरी नजर, आ जाना, आजा सांझ हुई मुझे तेरी फिक्र, जिंदला गई देख मेरी नजर, आ जाना. Beautiful song. Thank you so much for picking such a touching song. Yeah, ഒന്നുകൂടെ നമ്മൾ ഇമോഷണൽ ആയി പെട്ടെന്ന്. ഓക്കെ, സോ എല്ലാവർക്കും ഫസ്റ്റ് ബ്രേക്ക് കിട്ടാനാണ് സ്ട്രഗിൾ ചെയ്യുക, ബട്ട് യുവർ സ്ട്രഗിൾ വാസ് ഫസ്റ്റ് ബ്രേക്ക് വന്നതിന് ശേഷമാണ് ആ സ്ട്രഗിൾ വന്നത്. അപ്പൊ അതിന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറെ കാര്യങ്ങൾ വരികയെന്ന് വെച്ചാൽ, ആൾക്കാർക്ക് നമ്മുടെ മുമ്പിൽ ഓൾറെഡി നമ്മൾ ഫേമസ് ആയി, പക്ഷെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോ, വി കനോട്ട്. അപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എനിക്കറിയാം, എന്താ പറയാ, ബസ്സിലും ഓട്ടോയിലും ഒക്കെ ട്രാവൽ ചെയ്യാറുണ്ട്, ബിക്കോസ് ഓഫ് ദ പഠിത്തത്തിന്റെ കാര്യത്തിനൊക്കെ ആയാലും പബ്ലിക്കായിട്ട് വളരെ ഇന്ററാക്ട് ചെയ്ത് പഠിത്തം I genuinely എനിക്ക് ഇഷ്ടമാണ്, ലൈക്ക് യു നോ ടു സ്റ്റേ ഗ്രൗണ്ടഡ്, ടു സ്റ്റേ വിത്ത് പീപ്പിൾ. ലൈക്ക് എനിക്ക് വേണമെങ്കിൽ ഞാൻ ആ സിനിമ നടിയാണ്, കൊമ്പത്തെ സാധനം എന്ന് പറഞ്ഞിട്ട് ഇരിക്കാനുള്ള, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. ലൈക്ക് I actually like if I have the opportunity to actually mingle with everybody, I actually enjoy doing that because I'm a people person. And എനിക്ക് ലൈക്ക് again പണ്ട് ലൈക്ക് നേരത്തെ മാധവൻ സാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ you should talk to people, like you know ഓട്ടോക്കാരിൽ ഇല്ലെങ്കിൽ ഓട്ടോ ചേട്ടന്മാര്, ബസ്സിലെ കണ്ടക്ടർ ചേട്ടന്മാർ, ഇല്ലെങ്കിൽ you know like ഹോസ്പിറ്റലിൽ തൂക്കുന്ന ചേച്ചിമാർ, or nurses, or you should talk to people from different fields of life. അതിപ്പം പൈസ ഉള്ളവരോ പൈസ ഇല്ലാത്തവരോ എന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ല, ബിക്കോസ് എല്ലാവർക്കും അവരുടേതായ പെർസ്പെക്റ്റീവും അവരുടേതായ ഒരു സ്റ്റോറി കഥ കാണും പറയാനായിട്ട്. ആൻഡ് ഇഫ് യു ആർ ഏബിൾ ടു ആക്ച്വലി you know incorporate that into what you do, it just makes you a completely different human being. So that is what I believe in. So I mean I don't like I like having people from a variety of different backgrounds. അല്ലാതെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം ഓക്കെ ഞാൻ സിനിമ നടിയാണ് എനിക്ക് അവർ മാത്രമേ ഫ്രണ്ട്സ് ഉള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡ് I can't deal with that. അത് പറ്റില്ല. പക്ഷെ ഇങ്ങനെ ആൾക്കാരുടെ കുത്തിനോക്കിൽ ഉണ്ടാവില്ലേ, ഓ ഇപ്പൊ സിനിമയൊന്നും ഇല്ലാത്തതുകൊണ്ടാവില്ലേ ഇങ്ങനെ ഓട്ടോയിലൊക്കെ പോകുന്നത്, അങ്ങനത്തെ ഒരു see people make snide comments like this. അതിപ്പം ഞാൻ ബസ്സിലിരിക്കുമ്പോഴും ഞാൻ എവിടെ പോയാലും ഇപ്പോഴും ആൾക്കാർ ചോദിക്കും അയ്യോ എന്റെ സിനിമ ഇല്ലാത്ത സിനിമ ഒന്നും ചെയ്യുന്നില്ല എന്ന്. ബട്ട് ഞാനത് അവര് വേദനിപ്പിക്കാത്ത രീതിയിൽ അല്ലാതെ I look at it in such a way that they actually ഞാൻ ചെയ്യുന്നത് എന്താ, വാട്ട് എവർ ലിറ്റിൽ ഐ ഡു അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് അവർക്ക് വീണ്ടും എവിടെയോ എന്നെ സ്ക്രീനിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അത് ചോദിക്കുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഞാൻ എടുക്കുന്നത്. So it's all about how you take these things. See, negative സാധനങ്ങൾ പറയാനായിട്ട് ചുറ്റുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, but you need to see how you can train your mind to see the positivity behind it. That is where actual mental health comes into a factor here. അതായത് പറയുന്നത് നമ്മള്
നെഗറ്റീവായിട്ടുള്ള കുറെ സംഭവങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരും, പക്ഷെ നമ്മുടെ ഫോക്കസ് എപ്പോഴും പോകേണ്ടത് നല്ല കാര്യങ്ങളിലേക്കാണെന്ന. This attribute that we have in psychology നമ്മൾ പൊതുവെ പഠിക്കാറുണ്ട്. It's this theory where if you have ഇപ്പൊ നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും നമുക്ക് സാധനങ്ങൾ ഉണ്ടെങ്കിൽ പീപ്പിൾ പെട്ടെന്ന്, ഇപ്പം ഒരു എക്സ്പെരിമെന്റ് നടത്തിയതാണ്, പോസിറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ഇമോഷൻസ് ഉള്ള ആൾക്കാരുടെ മുഖം കാണിച്ചപ്പോഴത്തേക്കും പീപ്പിൾ ജനറലി ക്വിക്ലി ടെൻ ടു പിക്ക് ഔട്ട് നെഗറ്റീവ് ഇമോഷൻസ്. ഇപ്പൊ ആങ്കർ, സാഡ്നെസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഹാപ്പിനെസിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ പിക്ക് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതൊരു എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഫോർ സർവൈവൽ. ലൈക്ക് ഇപ്പോഴാണല്ലോ നമ്മൾ ഇത്ര റിഫൈൻഡ് ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഇഫ് യു ഗോ ബാക്ക് ലൈക്ക് ഫ്യൂ മില്യൺ ജനറേഷൻസ് ഓർ വട്ടെവർ, ആ സമയത്ത് ഇറ്റ് വാസ് അബൌട്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ആൻഡ് യു ലൈക്ക് നമ്മുടെ മൈൻഡ് അത്രയും ഷാർപ്പ് ആയിരിക്കണം ടു അനലൈസ് നമ്മുടെ എൻവയൺമെന്റിൽ എന്താണ്, വാട്ട് ഇസ് ഹാർംഫുൾ ആൻഡ് വാട്ട് ഇസ് ഗുഡ്. You know that positive will not do any harm to you, but negative will. അപ്പൊ ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു എവല്യൂഷണറി ടെൻഡൻസിയിലാണ് നമ്മൾ പൊതുവെ നെഗറ്റിവിറ്റി പിക്ക് ഔട്ട് ചെയ്തിട്ട് അതിനെ കളയാൻ നോക്കുന്നത്, സോ ദാറ്റ് ഇറ്റ് എൻഹാൻസസ് our survival to the future. So I think it's because of this perspective that automatically നമ്മൾ എല്ലാവരും നെഗറ്റീവ് സാധനത്തിനെ നോക്കിയിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കും. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഇഫ് യു ആർ ഏബിൾ ടു ആക്ച്വലി ട്രെയിൻ യുവർ മൈൻഡ് ദാറ്റ് ഓക്കെ നെഗറ്റീവ് ഉണ്ടായാലോ ആയിക്കോട്ടെ, അവിടെ ചിലപ്പോൾ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടാവുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ സപ്പോസ് ഐ എം നോട്ട് ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി ഓർ ഐ എം നോട്ട് ഗെറ്റിംഗ് സംതിങ്, ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറ്റ് വാട്ട് ഐ എം നോട്ട് ഗെറ്റിംഗ്, അതൊരു കുറച്ചും കൂടെ ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ. എന്നിട്ട് ഈ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വന്നത്, ഞാൻ ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്, ആ ഒരു രീതിയിൽ ഇഫ് യു തിങ്ക് ആൻഡ് ആ രീതിയിൽ ആറ്റിറ്റ്യൂഡ് മാറുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ചുറ്റും മൊത്തം പോസിറ്റീവ് ആയിട്ട് മാറും. ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ട്രെയിനിങ് യുവർ മൈൻഡ് ടു തിങ്ക് പോസിറ്റീവ്ലി. പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഇത് കുറെ നാൾ നമ്മൾ ട്രെയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ശരിയാവത്തുള്ളൂ. ഞാൻ തന്നെ അത്രയ്ക്കും എഫേർട്ട് ഇട്ട് പഠിച്ച സാധനം ഞാൻ എന്നെ തന്നെ എങ്ങനെയെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് എനിക്ക് എവിടേക്കോ ഈ സാധനം കറക്റ്റ് ആയിട്ട് ക്ലിക്കായി വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ലൈവിന്റെ ഉദ്ദേശം തന്നെ ഡിപ്രഷൻ എന്ന്, വിഷാദരോഗം എന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഓക്കെ കാശുണ്ട്, അല്ലെങ്കിൽ സക്സസ് ഉണ്ട്, ഫെയിം ഉണ്ട്, എന്ത് സങ്കടം വരാൻ, എന്ത് ഡിപ്രഷൻ വരാൻ. സോ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ സങ്കടം നമ്മുടെ ഒരു കരിയർ ഇല്ലാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഹോപ്പ് ഇല്ലാത്ത അവസ്ഥയാണോ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്, അതോ അത് വെറും സങ്കടമാണോ, അതോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ എന്താ പറയാ, നമുക്ക് ജീവിക്കണം എന്നുള്ളൊരു തോട്ട് നിൽക്കുന്ന ഒരു പൊസിഷൻ, ആ ഒരു പോയിന്റിലാണോ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്? എന്താണ് ആക്ച്വലി ഡിപ്രഷൻ? ഡിപ്രഷൻ ഇസ് അഗൈൻ അതിന്റെ കറക്റ്റ് സയന്റിഫിക് ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഓർമ്മയില്ല, കാരണം കുറെ നാളെ അതൊക്കെ നോക്കിയിട്ട്. ബട്ട് ജനറലി ഡിപ്രഷൻ ഇസ് ബേസിക്കലി എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വെയർ യു ഫീൽ ഹോപ്പ്ലെസ്, യു ഫീൽ ഹെൽപ്ലെസ് ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു. ആൻഡ് യുനോ ചുറ്റുപാടുള്ളവരും വിചാരിക്കും അത് വിഷമമാണെന്ന്, പക്ഷെ അത് വിഷമത്തിനെക്കാട്ടിലും ഉപരി വേറെ ഒരു ലെവലിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ആൻഡ് ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം ഇസ് നോട്ട് ബിക്കോസ് ഓഫ് വൺ പെർട്ടിക്കുലർ ഫാക്ടർ, ദർ ആർ മൾട്ടിപ്പിൾ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ടു ഡിപ്രഷൻ. ആൻഡ് സി, എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് തോട്ട് കൊണ്ട് സപ്പോസ് നമ്മുടെ അതേ നിമിഷത്തിൽ ജോലി പോവാണ്, ഈ ജോലി പോകുന്ന കാരണം നമ്മൾ വിചാരിക്കും എന്നിൽ എന്തോ കുറവുകൊണ്ടാണ് ഈ ജോലി പോയത്, എന്നിട്ട് അത് വീണ്ടും നമ്മൾ വേറെ എന്തെങ്കിലും ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇപ്പൊ റിലേഷൻഷിപ്പ്, എന്റെ ജോലി പോയതുകൊണ്ട് എന്റെ റിലേഷൻഷിപ്പ് കുളവായി, ഞാനാണ് കുറ്റക്കാരൻ, ഈ കുറ്റക്കാരി, എന്റെ എന്തോ കുറവുണ്ട്, ആ രീതിയിൽ ഇറ്റ്സ് ലൈക്ക് എ സൈക്ലിക് പ്രോസസ്. സോ യുവർ തോട്ട് പ്രോസസിങ് ഇറ്റ് ബേസിക്കലി നമ്മുടെ ചിന്ത ഇങ്ങനെ, ദീസ് ആർ റെപ്പിറ്റേറ്റീവ്, യുനോ what do you say, ഇതിന്റെ കുറെ ടെക്നിക്കൽ ടേംസ് ഉണ്ട്, but these are the repetitive thoughts that come into your mind and you keep brooding on the thing over and over again. നമ്മൾ പലപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള എന്താ സംഭവം എന്ന് വെച്ചാൽ, ലൈക്ക് ഫെയിം, ലൈക്ക് ഈ പെട്ടെന്ന് when people get fame and money and all that, if they're not mentally equipped to handle the after effects or the repercussions of what will happen when you don't have it anymore, അവിടെയാണ് പ്രശ്നം വരുന്നത്. സോ പൈസ ഉണ്ടെന്ന് വെച്ച് യു കാൺ സേ ദാറ്റ് ആൾക്ക് മനസ്സമാധാനം ഉണ്ടെന്ന്, കാരണം ഇഷ്ടം പോലെ പൈസ ഉള്ള ആൾക്കാർക്ക് for them money doesn't mean anything because mentally they're not at peace because of stuff that happens at home. So you can't, like, നമ്മൾ എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഉള്ള സമയത്ത് ആരും നമ്മുടെ ഈ അവസ്ഥയിൽ സത്യം വെളിയിൽ വരാറില്ല, കാരണം you know that everybody is trying to portray this very happy perfect life, and everybody is scared of putting out their imperfections because നമ്മുടെ തന്നെ ആൾക്കാർ ഇരിപ്പുണ്ട് കമന്റ് ചെയ്തിട്ട് നമ്മളെ ട്രോൾ ചെയ്തിട്ട് താഴെ ഇടാക്കാൻ വേണ്ടി. So it's this new trend. I think before social media I'm not sure if people were affected this much, but now anything you put, even if it's something positive,
there are people അവിടെ ഇരിപ്പുണ്ട് just to pick out something negative out of it. And it's So, like yeah. if somebody dies, or I'm sorry, if somebody dies or commits suicide, or if somebody is getting a divorce, or if anything happens in the lives of famous people, everybody, എല്ലാവർക്കും അവരുടേതായ ഒരു അഭിപ്രായമുണ്ട്. But nobody is actually sitting and thinking, oh, you know what, ഇതിപ്പം ശരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളുടെ മെന്റൽ സിറ്റുവേഷൻ എന്താണ്, അവർ എന്തുകൊണ്ടാണ് അത് ചെയ്തത്, അവർക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ആ നിമിഷത്തിൽ അവർ ആ തീരുമാനം എടുത്തത്. ഇത് കാരണം അവർക്ക് മനസ്സമാധാനം കിട്ടുമായിരിക്കും. പക്ഷേ ആൾക്കാരുടെ ബാക്കിയുള്ള റിസൾട്ട്, ബാക്കിയുള്ള കമന്റ്സും ബാക്കിയുള്ള മീഡിയ വോട്ടെവർ, അത് കാരണം ഉള്ള മനസ്സമാധാനം കൂടെ പോകുന്ന അവസ്ഥയിലേക്കാണ് ഓണസ്റ്റ്ലി ഐ ഫീൽ ഇറ്റ്സ് കമ്മിങ് അപ്പ് ടു നൗ. ഇപ്പൊ നമുക്കൊക്കെ ഈ നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. എന്തായിരിക്കും ഇവരുടെ ഒരു മൈൻഡില് നമ്മളെ വെറുതെ അറ്റാക്ക് ചെയ്യുന്നോണ്ട് എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത്? ഇതിപ്പം I honestly, personally, I don't think I've ever commented of anything negative on anybody's post. ഞാൻ ചിലപ്പം I like us being friends, എനിക്ക് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നിന്നോട് അവരെ പറ്റിയുള്ള കുറ്റം പറയായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്കാരോട് അവരെ പറ്റി കുറ്റം പറയായിരിക്കും. But I don't make it publicly known to people that you know what, this is what is happening. Or ഞാൻ എൻ്റെ പേഴ്സണൽ സൈഡിൽ നിന്ന് I don't do things where they actually get hurt regardless of how their behavior has been towards me. I don't believe in that because I know that ഒരാളുടെ mental health is very fragile. It's like ഒരു ഗ്ലാസ് പോലെയാണ്. ഏത് നിമിഷവും നമ്മുടെ ആരുടെയും മാനസികാവസ്ഥ ചില്ല് പൊട്ടുന്ന പോലെ പൊട്ടിച്ചെതറും. അതിന് വലിയ സമയമൊന്നും എടുക്കൂല. നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ കൊമ്പത്തെ രാജാക്കന്മാരാണ്. പക്ഷെ ഒക്കെ എന്താണ്, ഒരു ചില്ലിന്റെ അത്രേ ഉള്ളൂ നമ്മുടെ മനസ്സ്. അത് എന്തെങ്കിലും ഒരു ചെറിയ ഫാക്ടർ മതി, തപ്പുന്ന സാധനം പൊട്ടിത്തെറിച്ചിട്ട് എല്ലാം അങ്ങോട്ട് ചാമ്പലാണ്. സോ and plus here I think mental health ne pattiyulla awareness also is very less. ഇപ്പം ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ആർട്ടിക്കിൾ പോലത്തെ ഒരു ഫോർവേഡ് ആയിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഇതിപ്പം ലൈക്ക് ഇൻ ഡെപ്ത് സൈക്കോളജിയിലേക്ക് പോവാണെങ്കിൽ നമുക്ക് IQ അറിയാം. യു നോ വാട്ട് IQ is? Intelligence quotient. Basically it shows how smart you are. പിന്നെ ഇതല്ലാതെ ഇമോഷണൽ quotient എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. Emotional quotient is basically on how you manage your emotions and how you maintain your relationships. ഇമോഷണൽ ബേസിസ് ഉള്ള സാധനമാണ് മൊത്തം. യുവർ ഇന്റലിജൻസ് ഓൺ ഹൗ യു ഹാൻഡിൽ യുവർ ഇമോഷൻ. പിന്നെ സോഷ്യൽ കോഷ്യന്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇറ്റ്സ് ഓൺ ഹൗ യു കീപ് യുവർ സോഷ്യൽ ലൈഫ്, യുവർ ഫ്രണ്ട്സ്, ഹൗ യു മെയിൻറ്റെയിൻ ദീസ് റിലേഷൻഷിപ്സ് ത്രൂ ഔട്ട് ടൈം. പക്ഷെ ഇതിലൊക്കെ കാരണം ഇതിന്റെ ഒക്കെ ഉപരി അഡ്വേഴ്സിറ്റി കോഷ്യന്റ് എന്നും പറഞ്ഞിട്ട് there's one particular variable or factor or whatever. And I feel this adversity quotient is basically how do you manage yourself when you're going through a difficult patch in life, or you're mentally going through something so എന്താണ് ഡ്രെയിനിങ് ദാറ്റ് ഹൗ ഡു യു കം ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിലും ഒക്കെ കോളേജിലും ഒക്കെ IQ ഇംപ്രൂവ് ചെയ്യാൻ, ലൈക്ക് ഹൗ ഡു ഇംപ്രൂവ് യുവർ IQ, ഇല്ലെങ്കിൽ ക്ലാസ്സിലെ ഏറ്റവും ബുദ്ധിശാലി ആയിട്ടുള്ള കുട്ടി, ഇല്ലെങ്കിൽ ലൈക്ക് എവിടെ പോയാലും ഹൗ ഡു യു ബിക്കം സ്മാർട്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കാറുള്ളൂ. ഇമോഷണൽ ലൈക്ക് ഹൗ ഡു യു ഹാൻഡിൽ യുവർ ഇമോഷൻസ് വെൻ യു പുട്ട് ഇൻ എ ട്രിക്കി സിറ്റുവേഷൻ, ഇല്ലെങ്കിൽ ഹൗ ഡു യു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്സ് ദാറ്റ് വിൽ ആക്ച്വലി മേക്ക് യു എ ബെറ്റർ പേഴ്സൺ. ഇതൊന്നും പഠിപ്പിക്കാറില്ല. അതുമല്ല ഒരു ജീവിതത്തിൽ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇതിനെ മറികടന്ന് നമുക്ക് കുറച്ചും കൂടെ മെന്റലി ഹെൽത്തി ആവാന്നുള്ളൊരു സാധനം, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇസ് നോട്ട് ഇൻ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം. സോ ഈ മെന്റൽ ഹെൽത്തിനെ പറ്റി അവയർ ഈവൻ ഇപ്പം ഇഫ് യു വാണ്ട് ടു ടേക്ക് ഇറ്റ് ഇൻടു എ ഗവൺമെന്റ് പെർസ്പെക്ടീവ്, the amount of money that the government provides for medical, and different regions of education and mental health എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ എത്രയോ 0% മാത്രമാണ് അലോക്കേറ്റ് ചെയ്ത ഫണ്ടിന്. So which clearly shows that even our level people are not aware of how important your mental health is. And suicide rate തന്നെ എടുക്കുവാണെങ്കിൽ I think India is one of the leading countries where suicide rates are so high, especially among women. Because again, ഇവിടെ to talk about your mental health or to say that you're in an uncomfortable situation, illegal, I think mostly with women it has to do with their marriage or relationships issues or whatever. പക്ഷെ എന്നാലും ആ ഒരു ഫ്രീഡം, ആ ഒരു സ്പേസ് ടു ടോക്ക് ടു സംബഡി. ഇപ്പം നമ്മൾ ആരെടുത്തെങ്കിലും പറയാണ് ഡിപ്രഷൻ ആണ്, അവരെന്താ പറയുന്നത്, നിനക്ക് വിഷമാണ്, ഇറ്റ്സ് എ ഫേസ്, അത് മാറിക്കോളും, അങ്ങനത്തെ ഒന്നും സീനൊന്നുമില്ല. ആരും എന്താണ്, നോബഡി സിറ്റിംഗ് ദയർ, ഓക്കെ എന്താ പ്രശ്നം, എന്ത് പറ്റി, എന്നോട് പറ, ഞാൻ നോക്കട്ടെ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ആ രീതിയിൽ ആരും ചിന്തിക്കാറും സംസാരിക്കാറും ഒന്നുമില്ല. സോ ലൈക്ക് ഒരാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും പീപ്പിൾ ഹാവ് 100 million ഗുഡ് തിങ്സ് ടു സേ. അയ്യോ ഇയാൾ അയാളായിരുന്നു, ഇയാൾ അതായിരുന്നു, ഇയാൾ ആനയായിരുന്നു, ചേനയായിരുന്നു. ഇയാൾ ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അയാളുടെ പോസ്റ്റിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടാൽ പോരായിരുന്നു? ചിലപ്പോൾ ആ ഒരു പോസ്റ്റ് ഇല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് മതിയായിരിക്കും അയാൾക്ക് പിന്നെയും കുറച്ചും കൂടെ മുന്നോട്ട് ജീവിക്കാനായിട്ട് ഒരു പ്രചോദനം കിട്ടാനായിട്ട്. ലൈക്ക് we keep saying, like ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം if I see strangers on the road, I smile at everybody. അതിപ്പം
എന്നെ ആൾക്കാർക്ക് അറിയാമെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ആരെ കണ്ടാലും ഞാൻ ചിരിക്കും. അപ്പൊ എന്റെ സൈക്കോളജി എന്താന്ന് സംഭവം എന്ന് വെച്ചാല്, ആ ചിരി കൊണ്ട് മേ ബി ഇപ്പം ഒരാൾക്ക് ചിലപ്പോൾ ഭയങ്കര മോശപ്പെട്ടൊരു ദിവസമായിരിക്കും, ഞാൻ ആ ചിരി കൊണ്ട് ചിലപ്പം ആ പുള്ളിയുടെ ദിവസം അല്ലെങ്കിൽ ആ സ്ത്രീന്റെ ദിവസം മൊത്തത്തിൽ അങ്ങ് മാറിയേക്കാം. അവര് ജോലിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും മോശമായിട്ട് ചിന്തിച്ചിട്ട് ടുഡേ ഐ എം ഗോണ കിൽ മൈ സെൽഫ് എന്ന രീതിയിൽ മേ ബി ദാറ്റ് വൺ സ്മൈൽ can actually change their entire attitude or change their day. So see, this is the kind of thought process that people around us should have. അപ്പം മറ്റുള്ളവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നു, ഇയാളുടെ മോൾ അയാളുടെ ഒളിച്ചോടി പോയി, ഇല്ലെങ്കിൽ മറ്റേയാളുടെ മോൻ എന്ത് ചെയ്തു, ഇല്ലെങ്കിൽ അയാളുടെ മോന് കള്ളുകൂടിയാണ് ഇതാണെന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും നല്ലത് ഫൈൻഡ് ഔട്ട് വൈ ഇറ്റ്സ് ഹാപ്പനിങ്. നമുക്ക് 10 പേരെ പറ്റി കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോഴേ നമുക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവത്തുള്ളൂ. അതാണ് എല്ലാവർക്കും ആക്ച്വലി അറിയേണ്ടത്. നോബഡി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ്. ഓക്കെ, അപ്പൊ ഒരു തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗിൽ എന്താ സംഭവം, എങ്ങനെയാണ് ഇത് മാറ്റിയെടുക്കാൻ പറ്റും? ഈ ഡിപ്രഷൻ എന്നുള്ള കാര്യം നമുക്ക് സംസാരിച്ചിട്ടാണോ, അത് യു നീഡ് ടു ടേക്ക് മെഡിസിൻ, എങ്ങനെയാണ് ആ ഒരു അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ? Depression is, again, there are many factors. Sometimes it's actually ഒരു organic issue കൊണ്ടുണ്ട്, it could be due to some lack, some neuro like health related issues കൊണ്ടാവാം. ഇല്ലെങ്കിൽ sometimes for most people it could only be because എന്താണ് ഇവരുടെ തോട്ട് പ്രോസസ്സിംഗ് കൊണ്ടുണ്ടാവുന്നതിന്റെ പ്രശ്നമാണ്. ലൈക്ക് ലിഥിയം, സിങ്ക്, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് നമ്മുടെ ശരീരത്ത്. അപ്പൊ ഇതിന്റെ വാല്യൂസ് അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അൺലെസ് ഇറ്റ്സ് റിയലി റിക്വയർഡ്, പീപ്പിൾ ആർ നോട്ട് ഗോൺ ടു ഗിവ് യു മെഡിക്കേഷൻ ബിക്കോസ് ലൈക്ക് എന്താണ് ലൈക്ക് സൈക്കാട്രിക് മെഡിക്കേഷൻസ് ഹാവ് എ ലോട്ട് ഓഫ് അഡ്വേഴ്സ് എഫക്ട് ആഫ്റ്റർവേർഡ്സ്. അപ്പം നമുക്ക് മാക്സിമം ലൈക്ക് മോസ്റ്റ് സൈക്കാട്രിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചാൽ, മരുന്ന് കൊടുക്കാതെ ചികിത്സിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഇപ്പൊ ഡിപ്രഷൻ നമ്മൾ സംസാരിച്ച് തന്നെ തെറപ്പി കൊടുക്കുവാണെങ്കിൽ വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെറപ്പി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്, എന്താണ് ഇഷ്യൂ, ഹൗ സീരിയസ് ഇറ്റ് ഇസ്. വി ട്രൈ ടു ടോക്ക് ഇറ്റ് ഔട്ട്. നമ്മൾ സംസാരിച്ച് വി ട്രൈ ടു ഗോ ടു ദ റൂട്ട് ഓഫ് ദി ആക്ച്വൽ പ്രോബ്ലം. എവിടുന്നാണ് ഇത് വന്നത്? ചൈൽഡ്ഹുഡ് റിലേഷൻഷിപ്സ് ആണോ, അതോ ചൈൽഡ്ഹുഡ് റിലേഷൻഷിപ്സ് മീനിങ് കുഞ്ഞായിരുന്നപ്പോൾ അച്ഛനും അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുള്ള അവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട്, ട്രോമ എന്ന് പറയാൻ പറ്റില്ല. കൊച്ചു കുട്ടികളാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകത്തില്ല നമ്മുടെ ചുറ്റും എന്താ വന്നതെന്ന്. അപ്പം നമ്മൾ ചിലപ്പം ആ പ്രായത്തിൽ നമ്മുടെ തന്നെ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു അനാലിസിസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആരോടും പറയത്തില്ലായിരിക്കും. എന്നിട്ട് ആ ബേസിസിനെയാണ് ആ ഒരു 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 ബിലീഫ് വെച്ചിട്ട് വി മൂവ് ഫോർവേഡ് ഇൻ ലൈഫ്. സോ there's this thing that Freud said, that I think it was Freud, എനിക്ക് ഓർമ്മയില്ല, ബട്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അഡൾട്ട് ലൈഫിൽ ഉണ്ടാവുന്ന മിക്ക റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആൻഡ് മിക്ക പ്രോബ്ലംസ് ആർ ആക്ച്വലി റൂട്ടഡ് ടു യുവർ ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്ത് നമുക്ക് സംഭവിച്ചതിന്റെ ബാക്കി പത്രമാവുന്നല്ലേ. അതൊക്കെ നമ്മൾ വലുതാകുമ്പോഴത്തേക്കും നമ്മുടെ വലുതാകുമ്പോഴത്തേക്കുള്ള മിക്ക പ്രശ്നങ്ങളും നമ്മുടെ കുഞ്ഞിലെ ആയിരുന്നപ്പോഴത്തേക്കും നമ്മൾ കണ്ടോ എവിടെയോ. again that is one theory. സൈക്കോളജിയിൽ തന്നെ ഞങ്ങൾക്ക് കുറെ തിയറീസ് ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. സോ again and so treatment varies, it depends. നമ്മൾ ചിലപ്പോൾ we actually have relaxation ചെയ്യാൻ വേണ്ടിയിട്ടുള്ള we have certain methodologies. We try to relax their mind. We tell them, okay, you know what, ചില സമയത്ത് what we do, we ask them to എഴുതാൻ പറയും. ജേർണൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ തോട്ട്സ് എഴുതിയിട്ട് നമ്മൾ തന്നെ അവരെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് പറയും, നോക്കി ഇത് ഇങ്ങനല്ലേ എന്നുള്ള രീതി. സോ ഇറ്റ് ഡിപ്പെൻസ്. തെറപ്പി I haven't like done treatment for depression like therapy wise. I've just ഞാൻ ഒരു സാർ ഇരുന്നപ്പോഴത്തേക്കും പുള്ളിയുടെ കൂടെ ഇരുന്ന് ഉള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ അല്ലാതെ ഹാൻഡ്സ് ഓൺ ഞാൻ ഒറ്റയ്ക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരാളെ ഡീൽ ചെയ്തിട്ടില്ല. ബൈപോളർ ഡിസോർഡർ ഞാൻ ആക്ച്വലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇപ്പൊ കുശാൽ പഞ്ചാബി, അനദർ മോഡൽ ആക്ടർ ആത്മഹത്യ ചെയ്തു, ഇപ്പൊ സുശാന്ത്, നമുക്ക് പണ്ട് തൊട്ടേ ഈ ഒരു ഹിസ്റ്ററി ഉണ്ട്, ഫ്രം സിൽസ്മിത ടു ശ്രീനാഥ്, ഒരുപാട് പേരുണ്ട് ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ട്. സോ ആസ് എൻ ആക്ടർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനത്തെ ഒരു ഫൈനൽ അസംഷന്റെ, ഇത് എനിക്ക് ജീവിതം മടുത്തു ഇനി വേണ്ട എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരെ? സോറി ഫോർ ബ്രേക്കിംഗ് ദ ക്വസ്റ്റ്യൻ. നോ പ്രോബ്ലം. ബട്ട് സി നമ്മള് ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാർ. ബിക്കോസ് യു ആർ പുട്ട് ഓൺ ഒരു പെർട്ടിക്കുലർ ലെവലിൽ. എവറിബഡി ലൈക്ക് എല്ലാവരും ദേ സിറ്റിംഗ് ആൻഡ് ലുക്കിംഗ് അറ്റ് വാട്ട് യു ആർ ഡൂയിങ്. ലൈക്ക് ഫുൾ ടൈം അണ്ടർ സ്ക്രൂട്ടനി എന്നുള്ള സീനിലാണ് എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റ് ഇരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്താലും എന്തിട്ടാലും നല്ലത് പറയാനും ആൾക്കാരുണ്ട്, അതിനെപ്പറ്റി കുറ്റം പറയാനും ആൾക്കാരുണ്ട്. സോ നമ്മൾ മെന്റലി അത്രയ്ക്കും ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി ഫോർ us to get triggered and be like, you know what, എനിക്ക് ഇനി ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, the best thing for me to do is just kill myself. Like, to be blunt, that I mean most of the time I feel, I mean personally, even I've had moments in life where even I was like, you know what, I can't deal with this,
maybe it might be better that I just, commit suicide. I'm honestly speaking, as a mental health Understand. professional, I have been through this situation myself. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാല് ആ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്ന ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യു നീഡ് ഭയങ്കര ധൈര്യം വേണം. ലൈക്ക് എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ദാറ്റ് യു നീഡ് സോ മച്ച് ഓഫ് കറേജ് ടു കമ്മിറ്റ് സൂയിസൈഡ്, ബട്ട് ദേ ആർ ദ മോസ്റ്റ് വീക്ക് വിൽഡ് പീപ്പിൾ ഓൾസോ, ബിക്കോസ് അവർക്ക് നാളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഗട്ട്സും ഇല്ല. സോ അതാണ് ഒരു പാരഡോക്സ്. ലൈക്ക് അറ്റ് വൺ സ്റ്റേജ് യു ആർ ദ മോസ്റ്റ് കറേജസ് പേഴ്സൺ ഓൺ എർത്ത് ബിക്കോസ് യു ആക്ച്വലി ഹാവ് ദ വിൽ ടു ടേക്ക് യുവർ ഓൺ ലൈഫ്. ബട്ട് അറ്റ് ദ സെയിം പോയിന്റ് യു ആർ ദ മോസ്റ്റ് എന്താണ് വീക്ക് വിൽഡ്, ഇല്ലെങ്കിൽ ഏറ്റവും പേടിച്ചൂറി ആയിട്ടുള്ള ഒരാളാണ്, ബിക്കോസ് നാളെ ഇല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു നാളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ധൈര്യം വരുന്നില്ല. അപ്പൊ ആ ഒരു ചെറിയ നിമിഷത്തിൽ ഇഫ് സംബഡി മേ ബി റീച്ചസ് ഔട്ട് സേയിങ്, യു നോ വാട്ട്, ഞാനിവിടെ ഉണ്ട്, ഐ ക്യാൻ ലിസൺ, യു ക്യാൻ ടോക്ക് ടു മീ, ആ ഒറ്റ മേ ബി ദാറ്റ് വൺ സെന്റൻസ് might actually change their entire life completely. Okay, അപ്പോൾ നമുക്ക് നമ്മളെ പ്ലാൻസ് I remember this, there was എവിടെയോ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ച ഓർമ്മയുണ്ട്, ജപ്പാനിലാണോ അമേരിക്കയിലാണോ അറിയത്തില്ല, ഒരാള് ഐ തിങ്ക് വാസ് ബ്രിഡ്ജ് ഇൻ ജപ്പാൻ, അവിടെ ദാറ്റ്സ് ദ ബ്രിഡ്ജ് വേർ ആൾക്കാർ കമ്മിറ്റ് ദ മോസ്റ്റ് നമ്പർ ഓഫ് സൂയിസൈഡ്സ്. ആൻഡ് ഈ ഒരു മനുഷ്യൻ അയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പുള്ളി അവിടെ പോയി നിന്നിട്ട് ഇഫ് പീപ്പിൾ ആർ ഗോയിങ് ടു കമ്മിറ്റ് സൂയിസൈഡ് ഹി ആക്ച്വലി സ്റ്റാൻഡ്സ് ദേർ ആൻഡ് ടെൽസ് ദം, യു നോ വാട്ട്, ഡോണ്ട്, ഞാനിവിടെ ഉണ്ട്, ഐ ക്യാൻ ഹെൽപ്പ് യു ആൻഡ് ഐ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം, ആൻഡ് ഹി സേവ്ഡ് numerous lives because of this one kind act. So, this is how I think we should be, we should reach out to people, we should just be there for everybody instead of just judging. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഒരു കൺക്ലൂഷൻ പോലെ പറയാം, നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കമന്റ് ചെയ്ത് ട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഹറാസ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ ഒഴിവാക്കുക. ഒരുപാട് പേര് ഒരുപാട് യുദ്ധങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ. അപ്പോൾ എല്ലാവരുടെ നമുക്ക് കുറച്ചൊരു കൈൻഡ്നെസ്സും കമ്പാഷനും കാണിക്കാം. ഓൺ ദാറ്റ് നോട്ട് ഐ വോണ്ട് യു ടു സിംഗ് ബിഫോർ വി എൻഡ് ഇറ്റ്. നല്ലൊരു മലയാളം പാട്ട് പാടൂ. Oh God. സ്വന്തം പാട്ട്, സിനിമയിലെ പാട്ട് തന്നെ പാടൂ. തൊട്ട് തൊട്ട് നോക്കുമ്പോ പാടണോ? വേണ്ട. അയ്യോ, ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പാട്ടൊന്നും ഓർമ്മ വന്നില്ല. ഞാൻ മറ്റേ സൈക്കോളജിയുടെ സാധനത്തിലങ്ങ് മൂടൊന്ന് മാറ്റിട്ട് നമുക്ക് അവസാനിപ്പിക്കാന്ന് വെച്ചിട്ടാണ്. ആവശ്യമുള്ളപ്പോ മലയാളം പാട്ടൊന്നും ഓർമ്മ വരത്തില്ല. രാവിൻ നിലാക്കായൽ എവിടെ പാടുന്നത് കണ്ടു? ഏത് രാവിൻ നിലാക്കായൽ എവിടെ പാടുന്നത് കണ്ടു? നിലാക്കായൽ ഓളം തുളുമ്പുന്നു, മാനാണം പൊന്നാമ്പൽ പ്രേമാർദ്രമാകുന്നു, പള്ളിത്തേരിൽ നിന്നെ കാണാൻ വന്നെത്തുന്നു, വെള്ളിത്തിങ്കൾ രജനീ ഗീതങ്ങൾ പോലെ വീണ്ടും കേൾപ്പോ നാദം അഴകിൻ പൊൻതൂവലിൽ കവിതയോ പ്രണയമോ രാവിൻ നിലാക്കായൽ ഓളം തുളുമ്പുന്നു, നാണം മയങ്ങും പൊന്നാമ്പൽ സ്നേഹാർദ്രമാകുന്നു. അയ്യോ കൊളായി. നന്നായി. ഇറ്റ്സ് എ ടഫ് സോങ്. എളുപ്പമില്ലാന്ന് അറിയാൻ പാടാൻ വേണ്ടി, പക്ഷെ നന്നായി പാടി. താങ്ക് യു സോ മച്ച് ഗൗതമി. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഗൗതമിയുടെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിൽ I want to say that, at any point if എന്തെങ്കിലും മാനസികമായി തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് റീച്ച് ഔട്ട്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കാനായിട്ടുള്ളൊരു ഫ്രീഡം ഇല്ലെങ്കിൽ ജസ്റ്റ് ടോക്ക് ടു എ തെറപ്പിസ്റ്റ് ആൻഡ് ഓർ എ കൗൺസിലർ. ലൈക്ക് അതിൽ there's nothing wrong with it. There's nothing, നമ്മുടെ സൊസൈറ്റി പറയുന്ന പോലെ അതിലൊരു തെറ്റും ഇല്ല. ബിക്കോസ് നമുക്ക് സാധാരണ ഒരു പനി വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇൽനെസ്. അതെന്തോ പണ്ട് തൊട്ടേ ആൾക്കാർ അതിനെ സ്റ്റിഗ്മറ്റൈസ് ചെയ്തിട്ട് എന്തോ മാതിരി ആക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. സോ ഇഫ് അറ്റ് എനി പോയിന്റ് യു ഫീൽ mentally weak, please talk to somebody. If not a counselor or a psychiatrist, just talk to a friend. Trust me, you will feel so much better after you've done having that conversation.
എനിക്ക് അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷെയറിങ് ബിസിനസ് ഷെയർ ചെയ്തതിൽ നല്ല നല്ല സന്തോഷവും. ഐ എം വെരി ഹാപ്പി ദാറ്റ് വി ഡു ഹാവ് എ പേഴ്സൺ ഇൻ ദി ഇൻഡസ്ട്രി ഇറ്റ് സെൽഫ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനും കോൺഫിഡൻസോടെ കാര്യങ്ങൾ എത്തിക്കാനും ക്ലാരിറ്റി ഉള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നത്തിങ് ലൈക്ക് ദാറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോ വീണ്ടും സന്ധിക്കും വരെ I'm happy for this interview. This has to be, one of the most intellectually stimulated interviews I've given, so I like it. And intellectually stimulating that look is something useful for the public. അതാണ് സത്യം പറയുന്നത്. Yeah, that is what we wanted. Thank you so much. Have a good night. അപ്പോൾ thank you so much. Bye.